എൻ്റെ മച്ചന്മാരെ ഇതുപോലെ വിഷമം പിടിച്ച ഒരു ഇവന്മാരെ ഈ വേറെ കണ്ടിട്ടില്ല. എവിടെ നോക്കിയാലും നിങ്ങൾ എവിടെ പോയിട്ടുണ്ടെന്ന് നോക്കിയോ, നിങ്ങൾ പോകുന്ന വഴിയെല്ലാം നോക്കിയോ, ഫസ്റ്റ് ഒരു KSRTC ഓടുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ ഒരു പ്രൈവറ്റ് ഉണ്ടാവും. ഇപ്പൊ KSRTC കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിചാരിക്കുക പൊട്ട് പുറകെ വെടിച്ചില് പോലെ പ്രൈവറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ചിന്തിക്കുക. ഇനി പ്രൈവറ്റ് ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ അതിന്റെ പുറകെ ബുള്ളറ്റ് പോലെ തന്നെ KSRTC ഇടിച്ചു കയറി വരും. അപ്പൊ അത് വിചാരിച്ച് മാത്രം ഡ്രൈവ് ചെയ്യുക കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും കൂടെ പ്രത്യേകിച്ച് ഒരുമിച്ച് ഒരു റോഡോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കയറോ കെട്ടിക്കൊടുത്ത് ഒരുമിച്ചിട്ട് ഓടിക്കണത് തന്നെ ആയിരിക്കും നല്ലത്. രണ്ട് ബോഗി പോലെ ഇങ്ങനെ വിഷമം പിടിച്ച റോഡിൽ ഒരു മര്യാദയും കാണിക്കാത്ത രണ്ടുപേരെ വേറെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഇപ്പൊ തന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ട് ഇടിച്ച് കയറ്റി പാവപ്പെട്ട കുടുംബത്തിലെ ചേച്ചിമാരെ ഇടിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്നിട്ട് അവൻ ഇറങ്ങി ഓടി രക്ഷപ്പെടും. അവൻ ഒരു രക്ഷപ്പെടാൻ അവന്റെ പരിപാടി കഴിഞ്ഞല്ലോ, ജാമ്യത്തിൽ ഇറങ്ങാല്ലോ. ഒരുമാതിരി വൃത്തികെട്ട ഡ്രൈവിങ്ങും പരിപാടി കണ്ട. ബസ് സ്റ്റോപ്പിൽ നോക്കി ഒന്ന് ചേച്ചിമാരെ കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റി. ആ വന്ന വരവ് നിങ്ങൾ കണ്ടോ, ചവിട്ടിയിട്ട് വണ്ടി കിട്ടിയില്ലെന്ന് വേണം പറയാനായിട്ട്. അത്ര ഫോഴ്സിൽ ഇടിച്ച് കയറ്റി വെച്ചും അവനിറങ്ങി ഓടി രക്ഷപ്പെടുവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനൊക്കെ പ്രതികരിക്കേണ്ടത് എല്ലാ തവണയും ഉള്ളതാണ് ഇതുപോലെ പ്രൈവറ്റ് ബസ് KSRTC ബസ് തമ്മിലുള്ള ഒരു മത്സരം. ഇതിനെയൊക്കെ എതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രതികരിക്കുക, അല്ലാണ്ട് വേടനെ പോലുള്ള ആളുകളെ അല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആളുകളെ കൊല്ലാതെ ഇതുപോലെ ഈ മുതലാളിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവനെയൊക്കെ പിടിച്ച് റോഡിലിട്ട് അടിക്കണം. അതാ ചെയ്യേണ്ടത്. ഇവനെന്ന് 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാലും 60 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാലും ഇവന് വൈകുന്നേരം കിട്ടുന്ന കൂലിയെല്ലാം തുല്ലുന്നില്ല. എന്നാൽ ഇവന് 100 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവൻ മുതലാളിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആളുകളെ കൊന്നു കൊല വിളിക്കും. ഇതിനൊക്കെ ചങ്ങലപ്പിടി വീഴണം, അല്ലെ ശരിയാവത്തില്ല.